ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഒരു സവാളയുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഇത് രണ്ടും നന്നായിട്ട് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ പയറും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ക്യാപ്സിക്കത്തിനെ ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് സവാളയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് എനിക്കിനി ഇവിടെ തേങ്ങ കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. നമ്മുടെ 1 കപ്പ് ക്യാപ്സിക്കവും അതുപോലെ തന്നെ 1 കപ്പ് സവാളയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും കൂടിയിട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങ മതിയാകും. അപ്പോൾ ഇതുപോലെ ഒരു ചീനിച്ചട്ടിയിലാണ് ഞാൻ ഇന്ന് തോരൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഞാൻ 1 ടീസ്പൂണാണ് ഇട്ടത്. ഇത് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് പയർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് അടച്ച് വയ്ക്കുക. പെട്ടെന്നൊന്ന് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ച് വേവിക്കുന്നത്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ അരപ്പ് അല്ലെങ്കിൽ തേങ്ങയുടെ മിക്സ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ 1/2 കപ്പാണ്. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 പച്ചമുളകാണ് ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നത്. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കല്ല് ഉപയോഗിച്ച് നന്നായിട്ട് ചതച്ചെടുത്താലും മതിയാവും. നന്നായിട്ട് നമുക്ക് പാകത്തിന് ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ലോ ആക്കി സെറ്റ് ചെയ്ത ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയാവും. നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ്. വെറും 5 മിനിറ്റ് മാത്രം മതിയാവും ഈ ഒരു തോരൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് രമ്യ സൈനിങ് ഓഫ്.